ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു IRCTCയുടെ ലോഗിൻ ID നമുക്ക് വേണം. ആ ലോഗിൻ ID പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. അതിന്റെ കൂടെ നമ്മൾ ആധാർ കാർഡ് ആഡ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെങ്ങനെ ആഡ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക IRCTC. അതിനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ പറ്റും IRCTC റെയിൽ കണക്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ എല്ലാ പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു അലർട്ട് മെസ്സേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാകും. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇവിടെ 12 ജനുവരി 2026 മുതൽ റെയിൽവേയിൽ ഒരു വലിയ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുകയാണ്. റിസർവേഷൻ ടിക്കറ്റ് കാണുമ്പോൾ ഇവിടെ നമുക്ക് ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് ആധാർ ഓതന്റിക്കേഷൻ ചെയ്തിട്ടുണ്ടോ അവർക്ക് മാത്രം തന്നെ ഇവിടെ ഓപ്പണിംഗ് ഡേയ്സിൽ ഓരോ റിസർവേഷൻ പീരീഡ് വരുമ്പോൾ അപ്പോൾ പ്രയോറിറ്റി കിട്ടുമ്പോൾ അവർക്ക് മാത്രം തന്നെ ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആധാർ കാർഡ് ആഡ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ ഫ്രണ്ടിലോട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇവിടെ ഓക്കെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷന്റെ ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇവിടെ ID ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ മുകളിൽ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളുടെ അടുത്ത് ID ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ രജിസ്റ്റർ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഫസ്റ്റ് കണ്ട പോലത്തെ ഒരു പോപ്പപ്പ് ആണ്. ഇവിടെ നമുക്ക് ഓക്കെ എന്ന് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ഇവിടെ ഈ ഫോമിന്റെ അകത്ത് ഒരു യൂസർ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് യൂസർ നെയിം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പേര് ഫസ്റ്റ് കൊടുക്കണം. അതിനുശേഷം ഒരു നമ്പർ ചില നമ്പറുകൾ കൊടുത്ത് മിസ്സാക്കിയിട്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരു യൂണിക് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ വെച്ചാൽ നമ്മളെ പേര് അഥവാ രാജേഷ് കുമാർ ആണെങ്കിൽ ആ പേരിൽ ഒരുപാട് പേര് ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. സോ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡിഫറെന്റ് ആയിട്ട് ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ വെച്ചാൽ ഞാൻ ഇവിടെ ഒരു പേര് കൊടുത്തു. ആ പേര് കൊടുത്തപ്പോൾ ഇവിടെ താഴെ സജഷനിൽ കാണിക്കുന്നുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത പേരിൽ വേറെ ഒരാളുണ്ട്, അതുകൊണ്ട് ഈ സജഷനിൽ കൊടുത്തിരിക്കുന്ന പേര് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെ രീതിയിൽ ഏതെങ്കിലും പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് നമ്പറുകൾ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. സോ ഞാൻ എന്റെ രീതിയിൽ ഒരു യൂസർ നെയിം സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടെ അവൈലബിൾ എന്ന് കാണിച്ചു. അതിനുശേഷം നിങ്ങളെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ ആധാർ കാർഡിൽ ഏതാണ് പേരുള്ളത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലവർ മൾട്ടിപ്പിൾ ഐഡികൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകും. ഇപ്പോൾ വന്നിട്ട് ആധാറിന്റെ ഫീച്ചർ വന്നുകൊണ്ട് നമുക്ക് ആധാർ കാർഡിൽ ഏതാണ് പേരുള്ളത് അതിന്റെ ഫുൾ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് വന്നിട്ട് ഒരു മിനിമം 11 ക്യാരറ്റിൽ ഉണ്ടാകണം. ഇത് വന്നിട്ട് നിങ്ങളെ രീതിയിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ചില ലെറ്ററുകൾ കൊടുക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് ലെറ്റർ വന്നിട്ട് ക്യാപിറ്റൽ ആയിരിക്കണം, ബാക്കി സ്മോൾ ആയിരിക്കണം. അതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറോ അതോ സിമ്പിളോ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ താഴെ കാണുന്നുണ്ടാകും. ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ കൺഫേം സെക്ഷനിൽ വരുമ്പോൾ നമ്മൾ ആ സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇവിടെ ഇന്ത്യൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്യാപ്ച കോഡ് കാണാൻ പറ്റും. ഇവിടെ മുകളിൽ കാണുന്ന സെയിം ടു സെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ താഴെ കാണാൻ സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇതേപോലെ നമ്മൾ സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരു പോപ്പപ്പ് ഓപ്പൺ ആകും. ഇത് വന്നിട്ട് ബേസിക്കലി കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID ഫോൺ നമ്പറിലൂടെ ഒരു വെരിഫിക്കേഷൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടിലൂടെ ഒരു OTP വെരിഫിക്കേഷൻ നടക്കും. അതിന് നമുക്ക് ഇവിടെ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലും ഇമെയിൽ IDയിലും ഒരു വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് OTP സെൻഡ് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ നിങ്ങളെ ഇമെയിൽ OTP വന്നിട്ട് ഇമെയിലിൽ സെൻഡ് ചെയ്യും. അതേപോലെ നിങ്ങളെ ഫോൺ നമ്പറിന്റെ OTP വന്നിട്ട് മൊബൈൽ ഫോണിൽ സെൻഡ് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് രണ്ടിലും OTP ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അഥവാ നിങ്ങൾക്ക് OTP റിസീവ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റീസെന്റ് OTP ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു OTP ജനറേറ്റ് ആകും. OTP ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ വെരിഫൈ ഇമെയിൽ ആൻഡ് മൊബൈൽ വിത്ത് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മളെ ID വന്നിട്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങളെ ID മാത്രമാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട പ്രോസസ്സിന്റെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കണം. ഇനിയും കുറെ കാര്യങ്ങളും ആധാർ കാർഡ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. ഇനി ബാക്കി പ്രൊഫൈൽ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു പേജ് കാണിക്കുന്നുണ്ടാകും. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗ് അഡ്വാൻസ് റിസർവേഷൻ പീരീഡ് ARPയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചില ചേഞ്ചസ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ ഒരു ചിലവർ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ യൂസർ നെയിം മാത്രം ക്രിയേറ്റ് ചെയ്ത് പോകും, ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ടുപോകും. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ പുതിയ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡ് ഒന്നും ആഡ് ചെയ്യാതെ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ഇവിടെ 4 ദിവസം കഴിഞ്ഞ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അത് ഉടനെ തന്നെ ബുക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പകുതി ഇൻഫർമേഷൻ കൊടുക്കേണ്ടി വരും. കൊടുത്തതിന് ശേഷം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഫസ്റ്റ് മെയിൽ ആണോ ഫീമെയിൽ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കാലണ്ടറിലൂടെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഡേറ്റ്, മന്ത്, ഇയർ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആധാർ കാർഡിൽ ഏതാണ് അഡ്രസ്സ് ഉള്ളത് ആ സെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏരിയ പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സിറ്റി നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ പോസ്റ്റ് ഓഫീസ് ഏതാണോ ഇവിടെ ലിസ്റ്റിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക.
അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ IRCTCയുടെ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് വളരെ ആവശ്യമൊന്നുമില്ല, ഇവിടെ അൺടിക്കും ചെയ്യാൻ പറ്റും. അതിനുശേഷം ഐ ഹിയർബൈ ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളെ ഫ്രണ്ടിൽ ഒരു കൺഗ്രാജുലേഷന്റെ മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഇപ്പൊ നമ്മൾ പ്രൊഫൈലിന്റെ സെക്ഷൻ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്തതിനു ശേഷം നമുക്ക് ആധാർ കാർഡ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടെ കാണുന്ന ക്യാപ്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെയിം ടു സെയിം. അതിനുശേഷം ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്കൊരു പിൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറയും. എന്താണെന്ന് വെച്ചാൽ വീണ്ടും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുമ്പോൾ ഇവിടെ ഒരു പിൻ ചോദിക്കും. ഈ ഒരു പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ നമ്മളിവിടെ നമ്മളെ ഇഷ്ടമുള്ള രീതിയിൽ ഒരു പിൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. രണ്ടിലും സെയിം പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബയോമെട്രിക്കിൽ വരുമ്പോൾ ഇവിടെ ബയോമെട്രിക് ഓത്തന്റിക്കേഷൻ വന്നിട്ട് ഇനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അഥവാ നിങ്ങളെ ഫോണിൽ ഫിംഗർ പ്രിന്റ് ഫീച്ചർ അതോ ഫേസ് ഓത്തന്റിക്കേഷൻ ഫീച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീച്ചറിനെ ഇനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് ഓത്തന്റിക്കേഷൻ കഴിയും. അതേപോലെ ഈ ഒരു ഫീച്ചർ വന്നിട്ട് വളരെ യൂസ്ഫുൾ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ തത്കാൽ ടിക്കറ്റ് എപ്പോഴെങ്കിലും ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരേ സമയത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ബുക്ക് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവിടെ ലോഗൗട്ട് ആയി പോകും. അതുകൊണ്ട് ഈ ഒരു ഫീച്ചറിനെ ഇനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ വളരെ യൂസ്ഫുൾ ആണ്. ഇനേബിൾ ചെയ്തിട്ട് സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ ID വന്നിട്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്കിനി വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും ടിക്കറ്റ് വന്നിട്ട്. അതേപോലെ ഞാൻ ഇവിടെ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ആധാർ നമ്പർ വന്നിട്ട് ആഡ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതോ നിങ്ങൾ റിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അതിനുവേണ്ടി നമുക്ക് ഇതൊരു ആവശ്യമാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് അക്കൗണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ കാണുന്ന ഓത്തന്റിക്കേറ്റ് യൂസറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഓത്തന്റിക്കേറ്റ് ടൈപ്പിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് ആധാർ കാർഡ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്തായാലും ഇവിടെ പാൻ കാർഡും കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ നമുക്ക് ആധാർ കാർഡ് തന്നെ ആഡ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ആധാർ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ ഡീറ്റെയിൽ എല്ലാം നമ്മൾ നേരത്തെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വെരിഫിക്കേഷൻ വന്നിട്ട് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നേരത്തെ കൊടുത്തത്. ഇതേപോലെ നമ്മൾ ആധാർ നമ്പറും എല്ലാ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഐ കൺഫേം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡിൽ ഏത് മൊബൈൽ നമ്പർ ആണോ ലിങ്ക് ആണോ ആ മൊബൈൽ നമ്പറിലൂടെ OTP പോയിട്ടുണ്ടാകും. ആ OTP-ലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറച്ച് ലോഡായി വരുമ്പോൾ നമ്മളെ ആധാർ ഇന്റഗ്രേഷൻ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആധാർ ആഡ് ചെയ്യണതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ IRCTCയുടെ വാലറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് 24 ടിക്കറ്റ് 24 PNR നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഒരു മാസത്തിൽ. നെക്സ്റ്റ് നമ്മൾ ഓക്കെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഇവിടെ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വെരിഫിക്കേഷൻ ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആധാർ വന്നിട്ട് വെരിഫൈ ആയിട്ടുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഓത്തന്റിക്കേറ്റ് യൂസറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ പ്രൊഫൈൽ ഡീറ്റെയിലിന്റെ കൂടെ നമ്മൾ ആധാർ ഓത്തന്റിക്കേഷൻ വന്നിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണോ അതോ നോർമൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം കാണൂല. അതേപോലെ നമുക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ബുക്ക് ടിക്കറ്റ്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ എവിടെ നിന്ന് എവിടെ വരെ പോകണമെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഏത് ക്ലാസ്സിലൂടെ ട്രാവൽ ചെയ്യാൻ നോക്കുന്നു അതിലൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. AC ആണോ നോൺ AC ആണോ. അതിനുശേഷം നിങ്ങൾ ഏത് ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്നു അതിന്റെ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെർച്ച് ട്രെയിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഏതൊക്കെ ട്രെയിനുകൾ അവൈലബിൾ ആണോ എല്ലാ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് തത്കാൽ ടിക്കറ്റും നോർമൽ ടിക്കറ്റ് റിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഞാൻ പ്രോപ്പറായിട്ട് ഏതൊക്കെ ഓപ്ഷനുകൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം, ഏതൊക്കെ രീതിയിൽ കൊടുക്കണം എന്നെല്ലാ ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്റെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം. ഇതാണ് കംപ്ലീറ്റ് പ്രോസസ്. ഇതേപോലെയാണ് നമുക്ക് ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് റെയിൽവേ ടിക്കറ്റ് പ്രോപ്പറായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോ എടുക്കണം. ബൈ.